SDPI വോട്ട് വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. കോൺഗ്രസിന് ആര് വോട്ട് ചെയ്തു എന്നതിൽ പ്രശ്നമല്ല, സഖ്യമുണ്ടോ എന്ന് നോക്കിയാൽ മതി. SDPI ബന്ധമെന്ന ആക്ഷേപം CPIM-ന്റെ ബുദ്ധിയില്ലായ്മയാണെന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തുന്നു. CPIM എല്ലാവരുടെയും പിന്തുണ തേടുന്നുണ്ട്, മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും KPCC അധ്യക്ഷൻ പറയുന്നു. ചേലക്കരയിൽ ചില സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും കെ സുധാകരൻ സമ്മതിക്കുന്നുണ്ട്. മണ്ഡലത്തിൽ ചില പാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ തോൽവിയുടെ കാരണം അടിസ്ഥാന പ്രശ്നങ്ങളാണെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. മിന്നുന്ന വിജയമാണ് പാലക്കാടും വയനാടും കോൺഗ്രസ് നേടിയത്. കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരൻ റിപ്പോർട്ടർ TVക്കൊപ്പം ചേരുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു വെരി മച്ച്. അങ്ങനെയൊക്കെ നല്ല അഭിനന്ദനങ്ങളും ആശംസകളും വരുമ്പോഴും BJP പറയുന്ന ഒരു ആക്ഷേപം ഇപ്പോൾ CPM പറയുന്നുണ്ട്, തീവ്ര വലതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ കോൺഗ്രസ് വാങ്ങിയെന്ന്, പ്രത്യേകിച്ച് SDPയുടെ വോട്ട് വാങ്ങിയാണ് ജയിച്ചതെന്ന്. എന്താണ് ആക്ഷേപത്തിന്? ഞങ്ങളെ ഒരു സ്ഥാനാർത്ഥിക്ക് ആര് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങള് ബോധർ ചെയ്യുന്നൊരു വിഷയമല്ല. ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയമായ സഖ്യവും നീക്കവുമുള്ള ആളുകളെ കുറിച്ച് എല്ലാ ആളുകൾക്കും അറിയാം. അതല്ലാത്ത പാർട്ടികളിലെ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടാവാം. അത് വോട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ മഹത്വവും സ്ഥാനാർത്ഥിയുടെ വലിമയാണ്. അതുകൊണ്ട് നമ്മളതിന് അവരെ വോട്ട് ചോദിച്ചു വാങ്ങി എന്ന് പറയുന്ന രീതിയിലേക്കുള്ള വ്യാഖ്യാനം അത് അസ്ഥാനത്താണ്, അടിസ്ഥാനരഹിതമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അതൊരു വിഷയമായി എടുക്കുന്നത് ബുദ്ധിയില്ലായ്മയാണ്. CPM ആരുടെ പിന്തുണയാണ് തേടാത്തത്? CPM എല്ലാം നോക്കുന്നുണ്ട്, പക്ഷേ മറ്റുള്ളവർക്ക് പുറമേ മറ്റുള്ളവരുടെ മേലെ പഴിചാരി അവർ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഞങ്ങളെ കോൺഗ്രസ് അവിടെ ശക്തി പ്രാപിച്ചു എന്ന് വരാതിരിക്കാനുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പ്രചരണം. ആ പ്രചരണത്തിൽ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. പ്രചരണം ഈ BJP പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചു. വലിയ തോതിൽ BJPക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് പാലക്കാട് വിജയത്തെ തുടർന്ന്. സ്വാഭാവികമായും BJPക്കകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതിൻ്റെ ആത്യന്തിക ഫലം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അവരെ പാർട്ടിക്കകത്തും വലിയ ഗ്രൂപ്പിസമാണ്. ആ ഗ്രൂപ്പിസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മത്സരം നടക്കുന്നുണ്ട്. അത് അവരുടെ കാര്യം. ചേലക്കരയിൽ നമ്മുടെ വോട്ട് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ കുറയ്ക്കാൻ കഴിയാത്തതിൽ എന്തെങ്കിലും സംഘടനാപരമായ ഒരു പ്രശ്നമാണ്? ഒരു വലിയ എടുത്തു വെച്ച് പറയാനൊന്നുമില്ല. ഞങ്ങളിപ്പോൾ 40,000 വോട്ട് ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ ജയിച്ച കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചത്. ഇത്തവണ അവർ 11,000 ചില്ലാനം വോട്ടാണുള്ളത്. എത്രയോ വോട്ട് കുറഞ്ഞില്ലേ? പ്രവർത്തനം കൊണ്ട് തന്നെയല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അവിടെ ഞങ്ങളുടെ ഭാഗത്ത് പാളിച്ച ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ പാളിച്ച കൊണ്ടല്ല, അവിടെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ ഈ കാര്യങ്ങൾ തന്നെയാണ് കെ സുധാകരൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് റിപ്പോർട്ടർ TVക്ക് നൽകിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ ദില്ലി. വിവരങ്ങളുമായി ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. കെ സുധാകരൻ കൃത്യമായ നിലപാടെടുക്കുന്നു, അതായത് തള്ളിക്കളയുന്നില്ല, ഘടകകക്ഷിയല്ല എന്നത് മാത്രമല്ലേ അദ്ദേഹം വിവരിക്കുന്നത്? ഉറപ്പായും അതാണ്. ഒരുപക്ഷെ കൂടുതൽ സംശയങ്ങൾക്കിടയാക്കുന്ന, വലിയ തോതിൽ ചർച്ചകൾക്കിടയാക്കുന്ന ഒരു പ്രതികരണം കൂടിയാണിതെന്ന് മനസ്സിലാക്കേണ്ടി വരും. കോൺഗ്രസിനോട് SDPയുടെ വോട്ട് വാങ്ങിയോ എന്ന് ചോദ്യം ചോദിച്ചാൽ കൃത്യമായി വാങ്ങിയില്ല അല്ലെങ്കിൽ വാങ്ങി എന്ന മറുപടിയിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല എന്നതാണ് ഈ പ്രതികരണത്തിലും ഈ നിലപാടിലും നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് കെ സുധാകരന്റെ പ്രതികരണത്തിൽ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്, സാധാരണ എല്ലാവരുടെയും വോട്ടുകൾ വാങ്ങാറുണ്ട്, പല വിഭാഗക്കാരും വോട്ടുകൾ തരാറുണ്ട്, അവരുടെയൊന്നും വോട്ട് വേണ്ട എന്ന് തങ്ങൾ പറയില്ല, തന്നാൽ വാങ്ങും എന്നുള്ളതാണ്. ആരെങ്കിലുമായി ഘടകകക്ഷിയായിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം കൃത്യമായി സ്ഥാപിച്ചിട്ടുണ്ടോ, മുൻകൂട്ടി ഏതെങ്കിലും ഡീലുകൾ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി എന്നതാണ് പറയുന്നത്. അഥവാ ഇനി ഏതെങ്കിലും അനൗദ്യോഗിക ഡീലുകൾ ഉണ്ടെങ്കിൽ അതിൽ പ്രശ്നമില്ല എന്ന ധ്വനി കൂടി ആ പ്രതികരണത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഏതെങ്കിലും കക്ഷികൾ, ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ കോൺഗ്രസിനോ ആ നിലയിൽ വോട്ടുകൾ പാലക്കാട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്ഥാനാർത്ഥിയുടെ വലിമയായി മാത്രം കണ്ടാൽ മതി, അത് സ്ഥാനാർത്ഥിയുടെ മഹത്വമായി കണ്ടാൽ മതി എന്ന പ്രതികരണം കെ സുധാകരൻ നടത്തുന്നുണ്ട്. അതിലൂടെ തന്നെ വ്യക്തമാണ് SDPയുടെ വോട്ട് വാങ്ങിയെന്ന ആരോപണത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കാൻ കഴിയാത്തൊരു സ്ഥിതി കോൺഗ്രസിന് വന്നുപെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണത്തിലും വ്യക്തമാവുകയാണ് സുജയ.